പടയണി ചിന്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഭാഗ്യനാഥ് എഴുമിട്ടു. എണ്ണിയാലൊടുങ്ങാത്ത ദൈവങ്ങളുള്ള നാടാണ് നമ്മുടേത്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണാനാവാത്ത ധാരാളം ആരാധ്യ ദേവതകൾ കേരളത്തിലെ വിശ്വാസങ്ങളിലുണ്ട്. അമരകോശത്തിലും തന്ത്രസമുച്ചയത്തിലും ശേഷസമുച്ചയത്തിലും ഒരുപാട് ഉപദേവതാ സങ്കല്പങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ വിവിധതരം പക്ഷിക്കിന്നരന്മാരെ പറ്റിയും വിവിധതരം യക്ഷികളെ പറ്റിയും വിവിധതരം മാടന്മാരെ പറ്റിയും വിവിധതരം മറുതന്മാരെ പറ്റിയും വിവിധതരം പിശാചുക്കളെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷിക്കിന്നരന്മാരുടെ കൂട്ടത്തിൽ ഈശ്വരപ്പുള്ള്, കോൽപ്പുള്ള്, കോലിറച്ചിപ്പുള്ള്, നീലപ്പുള്ള്, നീർപ്പുള്ള്, പരന്തറച്ചിപ്പുള്ള്, രാക്ഷസപ്പുള്ള്, രുദ്രപ്പുള്ള്, വരടപ്പുള്ള്, വർണ്ണപ്പുള്ള്, വിഞ്ഞാപ്പുള്ള്, വിഞ്ഞുപുള്ള്, വിഷ്ണുപ്പുള്ള് എന്നിങ്ങനെ പോകുന്നു പക്ഷിദേവതകൾ. ഇതേപോലെ പിശാചുക്കളുടെ കാര്യത്തിലും ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. കാലപിശാച്, ഭൂതപിശാച്, ജലപിശാച്, ഭൂതപിശാച്, എരിപ്പിശാച്, മരപ്പിശാച് എന്നിങ്ങനെ വൈവിധ്യമാർന്ന പിശാചുക്കളുടെ പേരും പറഞ്ഞു കാണുന്നുണ്ട്. എന്നാൽ യക്ഷികളുടെയോ മാടൻ്റെയോ മറുതയുടെയോ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. കാരണം പടയണിയുടെ രംഗാവതരണത്തിലും പാട്ടിലും അവയുടെ പേരുകൾ ഏറെ പറഞ്ഞു കാണുന്നുണ്ട് എന്നതാണ് അതിന് കാരണം. എന്നാൽ കൃഷ്ണൻ, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ തുടങ്ങിയ ദേവതമാരുടെ രൂപങ്ങളെ കലാകാരന്മാർ മുന്നേ തന്നെ ചിത്രീകരിച്ച് രൂപവിധാനമൊരുക്കിയതുപോലെ പക്ഷിക്കോ യക്ഷിക്കോ മറുതയ്ക്കോ മാടനോ പിശാചിനോ ചിത്രരൂപേണ രൂപങ്ങൾ ആധികാരികമായി ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പടയണി കോലനിർമ്മിതിയിലെ കലാകാരന്മാരുടെ കാഴ്ചപ്പാടാണ് ഇന്നും ഇത്തരം ദേവതമാരുടെ രൂപങ്ങൾ. കാർഷിക സംസ്കാരത്തിൽ ജീവിച്ച ഒരു ജനതയുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട അനുഷ്ഠാനവും ഉപാസനാ രീതിയുമായ പടയണി എന്ന കലാരൂപത്തിലെ നൃത്തുകോലം അഥവാ മംഗളക്കോലമായി തുള്ളുന്ന ഭൈരവിക്കോലത്തിൻ്റെ പാട്ടിൽ കോപമേറിയ ദേവതമാരുടെ രൂപം എങ്ങനെയെന്നറിഞ്ഞിടാതെ പാള കൊണ്ടു ചമച്ചു പലവക പേവരകൾ എഴുതിച്ചു തുള്ളിയും എന്ന് പാടുന്നുണ്ട്. പടയണിയിലെ കോപമേറിയ ദേവതമാരുടെ രൂപങ്ങൾ പാളക്കോലങ്ങളിലൂടെ മാത്രമാണ് നാം തിരിച്ചറിയുന്നത്. എന്നാൽ ഭൈരവിക്കോലത്തിലെ ഈ പാട്ടിലെ അർത്ഥവ്യാഖ്യാനങ്ങൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് രൂപമറിയാത്ത ദേവതമാരുടെ രൂപങ്ങളെ പേവരകളിലൂടെ ചിത്രീകരിച്ചു എന്ന് പറയുമ്പോൾ വികൃതവും അലക്ഷ്യവുമായ വരകളെ കൊണ്ട് ദേവതകളെ ചിത്രീകരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് വേണം കരുതാൻ. എന്നാൽ കാർഷിക വൃത്തിയിലേർപ്പെട്ട ഒരു ജനത കൊയ്ത്ത് ആരംഭിക്കുമ്പോൾ ആദ്യം കൊയ്യുന്ന കറ്റ തലപ്പുലയന് നൽകിയിരുന്നു. ഇതിന് പേക്കറ്റ എന്നാണ് പറഞ്ഞിരുന്നത്. പേക്കോലങ്ങൾക്ക് സമർപ്പിക്കുന്നതിനായാണ് ഇത് കൊടുത്തിരുന്നത്. ഇതിൽ പറയുന്ന പേ എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ എന്നാണ്. ഈശ്വരനുള്ള കറ്റ എന്നാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. അതേപോലെ കോലങ്ങൾ എന്ന് പറയുമ്പോൾ ഈശ്വര രൂപം എന്നാണ് അർത്ഥമാക്കേണ്ടത്. കാരണം വിഗ്രഹം, പ്രതിഷ്ഠ തുടങ്ങിയ വാക്കുകൾ സംസ്കൃതമാകയാൽ അന്ന് ഈശ്വര രൂപത്തിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ് കോലങ്ങൾ എന്നത്. പടയണി പാട്ടിൽ പേവരകൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈശ്വര രൂപം വരകളിലൂടെ സൃഷ്ടിക്കുക എന്നാണ്. അല്ലാതെ അലക്ഷ്യമായ വരകൾ വരയ്ക്കുക എന്നല്ല അർത്ഥമാക്കേണ്ടത്. പേവരകൾ എന്ന വാക്കിനെ പറ്റിയുള്ള അർത്ഥം വ്യാഖ്യാനിക്കാനാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇനിയും പടയണി വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. നമസ്കാരം.